എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അപ്പൊ ഇന്നത്തെ വിശേഷം പറയാൻ പോകുന്നത് ഇതിന്റെ ബാക്കി വിശേഷം ഉച്ചയ്ക്ക് ഒരു 1:30-2 മണിക്കുള്ളിൽ ഞാൻ നാളത്തെ വിശേഷം എന്ന് പറഞ്ഞ് ചാനലിനകത്ത് ഇടും കേട്ടോ. അപ്പൊ അത് മറക്കാതെ കയറി എല്ലാവരും കാണണം കേട്ടോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിക്കുന്ന രവീന്ദ്രനും ചന്ദ്രമതി എല്ലാവരും ക്ഷേത്രത്തിലേക്ക് വരുവാണ്. അപ്പൊ സുധിയും കൂടെ പോകാൻ തുടങ്ങുമ്പോഴത്തേനും സച്ചി പെട്ടെന്ന് പറഞ്ഞു അവിടെ നിൽക്കാൻ പറയണം. എന്താ കാര്യം എന്താ? അതെ, പൈസ വന്നിട്ട് പോകാൻ പറയണം. പൈസ എന്ത് പൈസ? അല്ല, ഇത്ര സമയം വണ്ടിയിൽ ഇരുന്ന് വന്നില്ലേ, അതിന്റെ പൈസയും കൂടെ വരാൻ പറയണം. ഒരു നിമിഷം ചന്ദ്രമതി ചോദിച്ചു, നീ എന്ത് വർത്താനാടാ പറയണേ? നിന്റെ ചേട്ടനല്ലേ എന്ന് ചോദിക്കുക. ചേട്ടനെയും ബന്ധമൊക്കെ ഇവിടെ ഇല്ല, അതങ്ങനെ ഉള്ളവരോട് മാത്രം. എനിക്ക് ഇവിടെ പൈസ വേണമെന്ന് പറയാം. രവീന്ദ്രൻ പറഞ്ഞു, നീ എന്തൊക്കെ വർത്താനാ സച്ചി പറയണേ? അച്ഛൻ ഈ കാര്യത്തിൽ ഇടപെടണ്ടെന്ന് പറയാം. നിനക്ക് പൈസയാണ് വേണ്ട, അന്ന് ഞാൻ തരാന്ന് പറഞ്ഞ് രവീന്ദ്രൻ പൈസ എടുത്തു പറഞ്ഞു. വേണ്ട, അതിന്റെ ആവശ്യമില്ല, അവൻ തരട്ടെ എന്ന് പറയണം. ചന്ദ്രമതിക്ക് ദേഷ്യം വന്നു. എന്നാ നിന്റെ പൈസയെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു കൊടുക്കണം. അല്ല, എത്ര രൂപയാ? 750 രൂപ വേണമെന്ന് പറയാം. സച്ചി എണ്ണി നോക്കി. എന്നാ 100 രൂപ കൂടുതലുണ്ട്. എനിക്ക് വേണ്ട 100 രൂപയൊന്നും, എനിക്ക് കൃത്യം പൈസ തന്നെ മതി. സച്ചി ആരോടും കൂടുതൽ പണമൊന്നും മേടിക്കാറില്ല എന്ന് പറയാം. ഈ സമയം ചന്ദ്രമതി പറഞ്ഞു, ഇതിനേക്കാളും ഭേദം വലിയ വലിയ നല്ല വണ്ടി ഏതെങ്കിലും വിളിച്ചാൽ മതിയായിരുന്നു. നിങ്ങൾ ഉദ്ദേശിച്ച എന്താ? കണ്ടെയ്നർ ലോറിയാണോ? ഓഹ്, നിങ്ങൾക്കൊക്കെ പറ്റിയതാ. ആ വണ്ടിയാണെ കുഴപ്പമില്ല, മോനെ ഇരുത്തിക്കൊണ്ട് വരാൻ പറ്റിയ വണ്ടിയാന്ന് പറയണം. ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല, നീ ബാമയെന്ന് പറഞ്ഞിട്ട് ബാമനും വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം ചന്ദ്രമതി പറഞ്ഞു, എന്ത് ചെയ്യാനാ, പെട്ടുപോയില്ലേ? ബാമ പറഞ്ഞു, അതെ, സുധി വിചാരിച്ചോണ്ടിരുന്നേ ഇവന്റെ വണ്ടിക്ക് വരുവാണെങ്കിൽ വാടക പൈസ കൊടുക്കണല്ലോ എന്ന് ഓർത്തിരുന്ന. പക്ഷെ എന്ത് ചെയ്യാനാ, അതിനേക്കാളും നല്ലൊരു 8ന് പണിയല്ലേ അവനിട്ട് സച്ചു കൊടുത്തേന്ന് പറഞ്ഞിട്ട് ബാമ ഇങ്ങും നടന്നു വരുവാണ്. അങ്ങനെ വന്നു കഴിയുമ്പോ അമ്പലത്തിന് മുറ്റത്ത് തന്നെ ക്ഷേത്രം അവിടെ തന്നെയായിട്ട് രേവതിയുടെ കടയുണ്ടല്ലോ, പൂക്കടയുണ്ട്. അവിടെ ഇന്ന് ലക്ഷ്മിയമ്മ പെട്ടെന്ന് ഓടി അങ്ങോട്ട് ചെല്ലുവാണ്. ചെന്നിട്ട്, ആഹാ, ചന്ദ്രമതി ചേച്ചിയോ ബാ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുവാണ്. ആ, ഇത് കേട്ടാൻ ചന്ദ്രമതിക്ക് അവൻ ദേഷ്യം വന്നു. ചന്ദ്രമതി പറഞ്ഞു, വിളിയെ കണ്ടിട്ടുണ്ടെ തോന്നും നിന്റെ വീട്ടിൽ എന്തോ ഒരു കല്യാണമാണ്. ഇത് എന്റെ മകന്റെ കല്യാണോ? പിന്നെ അത് നീ ക്ഷണിക്കേണ്ട ആവശ്യമില്ല, പറഞ്ഞു കേട്ടല്ലോ. പിന്നെ എല്ലാവരും കൂടെ കൂടുന്ന ഈ സ്ഥലത്ത് വെച്ച് എന്നോട് സംസാരിക്കാൻ പറ്റില്ലെന്ന് പറയാം. എനിക്ക് നീ മുന്നിൽ വന്ന് നിൽക്കുന്ന പോലെ അപമാനമാണെന്ന് പറയാം. ഒരു നിമിഷം വല്ലാത്തൊരു അവസ്ഥയായി പോയി ലക്ഷ്മിയമ്മയ്ക്ക്. കലാവതി മുത്തശ്ശി ഇങ്ങോട്ട് കേട്ടോണ്ട് എങ്ങോട്ട് വന്നേ. നീ എന്താടി പറഞ്ഞേ? ഇവരോട് സംസാരിച്ച നിനക്കെന്താ? നിന്റെ വായിക്കത്ത മുത്തു വീണു പോവെന്ന് ചോദിക്കുക. നീ വലിയ ആരാന്ന നിന്റെ വിചാരം? കൊമ്പത്തിയാണോ? ഒരു കാര്യം പറഞ്ഞേക്കാം, ലക്ഷ്മിനെക്കാളും കൂടുതലായിട്ട് നിനക്കൊന്നുമില്ല, പറഞ്ഞു കേട്ടല്ലോ. ഇനി കൂടുതൽ ഇങ്ങനെയൊന്നും പറയാനും പോലെ. രവീന്ദ്രൻ പറഞ്ഞു, അല്ലേലും ഇവിടെ എന്ത് വർത്താനാ പറഞ്ഞത്? അതാരാന്നറിയാവോ? നിന്റെ മരുമോളുടെ അമ്മയാ. ആ ഒരു ചിന്ത വേണം, ആ ഒരു ബഹുമാനത്തോടു കൂടെ വേണം സംസാരിക്കാനായിട്ട്. അവര് വരുമ്പം ശരിക്കും പറഞ്ഞാൽ നീയാണ് അവരെ അകത്തേക്ക് ആനയിക്കേണ്ടത്. ആ ഒരു ബോധം പോലും നിനക്കല്ലോ. പക്ഷെ ബോധമുള്ളവരോട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ, ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ലോ എന്ന് പറയണം. ഈ സമയം സച്ചിൻ പറഞ്ഞു, അച്ഛൻ പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇവരുടെ വിചാരം ഇവരാരാന്നുള്ള വലിയ ഏതോ പുള്ളിയാന്നോ? സുധിയോ? സുധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഒരുത്തനല്ലേ. ഇവൻ വന്നു കഴിയുമ്പോഴത്തേനും എല്ലാവരും തൊഴുതു കുമ്പിട്ടങ്ങ് നിൽക്കണ്ടെന്ന് ചോദിക്കുക. ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെടില്ല. ചന്ദ്രമതി പറഞ്ഞു, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഇവൾക്ക് കട തുറന്നു നോക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അതെന്താ ചന്ദ്ര, കട തുറന്നാല്? സച്ചി പറഞ്ഞു, കട തുറന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിക്കായിരിക്കും. അതെ, ഞങ്ങളൊക്കെ ഇങ്ങനെ അധ്വാനിച്ച് ജീവിക്കുന്നവരാ. ഒരു ദിവസം കട തുറന്നില്ലെങ്കിൽ ഞങ്ങൾക്കറിയാം അതിന്റെ വിഷമം എന്താന്ന്. ഇവിടെ വെറുതെ തിന്നുന്നവർക്കൊന്നും അതൊന്നും മനസ്സിലാവില്ല. അല്ലേടെ സുധി എന്ന് പറഞ്ഞ സുധിയുടെ തോളത്തൊരു തട്ടായിരുന്നു. സുധി ആകപ്പെട്ട നാണം കിട്ട് തല താഴ്ത്തിയിരിക്കുക. പിന്നെ ഇവന്റെ കല്യാണത്തിന്, ഈ മഹാന്റെ കല്യാണത്തിന് എല്ലാവരും കടയൊക്കെ അടച്ചിടണമല്ലോ. അത്രയും വലിയ മഹാന്റെ കല്യാണമല്ലേ ഇവിടെ നടക്കാൻ പോണെന്ന് പറയാം. ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു, ഇനിയിപ്പൊ അധികം ആരും സംസാരിക്കണ്ട, അകത്തേക്ക് പോകാന്ന് പറയാണ്. അങ്ങനെ രവീന്ദ്രനും കലാവതി മുത്തശ്ശിയും അവരെല്ലാം കൂടെ അകത്തേക്ക് അങ്ങോട്ട് പോവാണ്. അങ്ങനെ അകത്തേക്ക് കഴിയുമ്പോൾ തിരുമേനി ഓരോ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. രവീന്ദ്രൻ പെട്ടെന്ന് ചിന്തിച്ചു, അല്ല തിരുമേനി, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു തരണ്ടോ? ഇനി എന്തെങ്കിലും വാങ്ങിക്കാണ്ടോന്ന് ചോദിക്കുക. അതെല്ലാം ഒരുമാതിരി എല്ലാം ഓക്കെ ആക്കിയെന്ന് പറയണം. ഈ സമയം കലാവതി മുത്തശ്ശി പറഞ്ഞു, ശരിയാ, നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും നടത്തണം ചന്ദ്രമതിക്ക് ആഗ്രഹം. അല്ല, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒട്ടുമിക്കാലും വന്ന് ചെയ്തു തന്ന് രേവതി മോളാന്ന് പറയണേ. രേവതിയോ? അല്ല, അവൾ ഇപ്പോഴല്ലേ വന്ന്, പിന്നെ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു? അവള് രാവിലെ വന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടാ പോയത്. ഇവിടെ ക്ഷേത്രത്തില് ഇങ്ങനെ ഈ കല്യാണമൊക്കെ നടത്തുവാണെങ്കിൽ പണ്ട് മുതൽ അവൾ ഇങ്ങനെയാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വന്ന് ചെയ്തു തരുമെന്ന് പറയാം. ഇത് കേട്ടപ്പം രവീന്ദ്രൻ കലാവതി മുത്തശ്ശി പറഞ്ഞു, അവള് കൊള്ളാലമ്മയെന്ന് പറയണേ. കലാവതി മുത്തശ്ശി പറഞ്ഞു, അവൾ എന്റെ മോളല്ലേ. ഓഹോ, അപ്പൊ ഇപ്പം അവൾ എന്റെ ആരുമല്ല അല്ലേന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടപ്പം കലാവതി മുത്തശ്ശി ചിരിക്കുവാണ്. ഈ സമയത്ത് ദേവുവിന്റെ ഒക്കെ അടുത്തേക്ക് ശ്രീകാന്ത് എല്ലുവാണ്. അപ്പൊ രേവതി ഇങ്ങനെ മാല നല്ല ഫാസ്റ്റ് ആയിട്ട് കെട്ടിക്കൊണ്ടിരിക്കുക. ഏട്ടത്തി കൊള്ളാലോ, ഏട്ടത്തി നല്ല സ്പീഡിലാണല്ലോ മാല കിട്ടുന്നതെന്ന് ചോദിക്കുക. ഏട്ടത്തി മാത്രമല്ല, എനിക്ക് നന്നായിട്ട് മാല കെട്ടാന്ന് ദേവു പറയാം. അല്ല, ദേവു തന്നെ കോളേജിൽ പോയില്ലേന്ന് ചോദിക്കുക. കോളേജിൽ പോകാൻ പറ്റുമോ? ഞാനിത് ലീവ് എടുത്തിരിക്കാന്ന് പറയാണ്. അല്ല, വർഷ ചേച്ചി വന്നില്ലേന്ന് ചോദിക്കുകയാണ്.
അത് കേട്ടതും ശ്രീകാന്ത് ഒന്ന് പരിങ്ങി. അതെന്താ വർഷേനെ വിളിച്ചില്ലേ രേവതി? അല്ല വർഷേനെ വിളിച്ചില്ലേ എന്ന് ചോദിക്കണം രേവതി. അല്ല അത് പിന്നെ ഞാൻ വിളിച്ചില്ല. അതെന്താ ശ്രീകാന്ത് നീ അതുപോലത്തെ പരിപാടി ചെയ്തേ? ലക്ഷ്മി അമ്മയ്ക്ക് വർഷ ആരാന്ന് എന്താണെന്ന് മനസ്സിലായില്ല. ആരാ മോളെ ഈ വർഷേന്ന് ചോദിക്കുകയാണ്. വർഷ അത് പിന്നെ അന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ സച്ചിയേട്ടനെ രക്ഷിച്ച ഒരു പെൺകുട്ടി വിളിച്ചു പറഞ്ഞിട്ട് അതാന്ന് പറഞ്ഞു. ഓ ഇപ്പം മനസ്സിലായി. ഞാൻ വർഷേനെ വിളിച്ചില്ല. അതെന്താ വിളിക്കായിരുന്നേ? കാരണം മറ്റൊന്നുമല്ല, ഇനി വിളിച്ചു കഴിഞ്ഞിട്ട് സുധിയുടെ കാര്യമല്ലേ, പറയാൻ പറ്റില്ല. അവൻ ചിലപ്പോൾ കല്യാണപ്പന്തിയിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോയാലോ. അതാണല്ലോ നമുക്ക് അനുഭവം. നമ്മൾ നാണം കിടില്ലെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ ദേവി ചിരിക്കുക. ലക്ഷ്മി പറഞ്ഞു, ശേ ഇങ്ങനെയൊന്നും പറയരുത്, അതൊക്കെ മോശക്കേടാന്ന് പറയണം. ഈ സമയം ബാമയും ചന്ദ്രമതി ഭയങ്കര ചർച്ചലായിരുന്നു. ചന്ദ്രമതി പറഞ്ഞു, അവറ്റകൾ പൂമാലം കെട്ടിക്കൊണ്ടിരിക്കുന്നു, എനിക്ക് നല്ല ദേഷ്യം വന്നാ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? എന്തേലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് മതി ഒരു പ്രശ്നം ഉണ്ടാവാനായിട്ട്. സുധിയുടെ കല്യാണമല്ലേ, കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറയാം. എന്നാലും അവളെപ്പോലെ ഒരു പെൺകുട്ടീനെ അല്ല എനിക്ക് എൻ്റെ മരുമോളായിട്ട് കിട്ടിയിരിക്കുന്നത്. നല്ല കാശ് വളർത്തിയ നല്ല കോടീശന്റെ പുത്രിയാന്ന് പറയാ. കല്യാണം കഴിയുന്നതോടുകൂടി ഞാൻ കണ്ടു ശ്രുതിരം കൂട്ടിയ മലേഷ്യക്ക് ഒരു പറക്കല് പറക്കും. പിന്നീട് അവളുടെ അച്ഛന്റെ പേരിലുള്ള സ്വത്തൊക്കെ അവളുടെ പേരിലേക്ക് എഴുതി വാങ്ങിപ്പിച്ചോടെ ഇങ്ങോട്ട് വരത്തുള്ളൂ എന്ന് പറയാം. ഇത് കേട്ടൻ ബാമു പറഞ്ഞു, അല്ല നിനക്ക് നല്ല കോളാണല്ലോ അടിച്ചിരിക്കുന്നത്, പിന്നല്ലാതെ ഞാൻ കണ്ടുപിടിച്ച പെൺകുട്ടിയല്ലേന്ന് ചോദിക്കണം. അങ്ങനെ പറയരുത്, നീ മാത്രല്ല ഞാനാണല്ലോ ഈ ആലോചന കൊണ്ടുവന്നേ. ശരി സമ്മതിച്ചെന്ന് പറയാണ്. ഈ സമയത്ത് ശ്രുതിയും മീരയും കൂടെ ക്ഷേത്രത്തിലേക്ക് വരുവാണ്. ശ്രുതി ഇടയ്ക്കിടയ്ക്ക് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. മീര വെച്ച്, നീ എന്തിനാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നേ? അല്ല അത് പിന്നെ എനിക്ക് പേടിയാ, അവൻ എങ്ങനെ ഫോളോ ചെയ്യുന്നു. എന്ത് ഫോളോ ചെയ്യുന്നു? അവന് ഫോളോ ചെയ്യാനൊന്നും പോകുന്നില്ല, എന്നാലും എനിക്ക് പേടിയാ. അറിയാലോ, ഒരു 17 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നെ ഇതുപോലെ ഒന്ന് ഒരുക്കി കൊണ്ടുപോയായിരുന്നു. അന്ന് എൻ്റെ ജീവിതം നശിച്ചു പോയതാ. അതിന്റെ പേടി എനിക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. ഇപ്പൊ വീണ്ടും ആണ്ടേ അതുപോലെ തന്നെ. അതൊക്കെ ഓർത്ത് എനിക്ക് ടെൻഷനാന്ന് പറയണം. നീ വെറുതെ ടെൻഷൻ അടിക്കാതിരിക്കുക, ധൈര്യമായിട്ട് ഇരിക്കാൻ പറയണം. ഈ സമയത്ത് ശ്രുതിയുടെ ഫോൺ ബെല്ലടിച്ചു. ശ്രുതി നോക്കും പരിചയമില്ലാത്ത നമ്പര്. പെട്ടെന്ന് കോൾ എടുത്ത് ഹലോ എന്ന് പറയാണ്. അങ്ങനെ തലയ്ക്കുന്ന ഒരു പാട്ടായിരുന്നു. ഈ പാട്ട് കേട്ടതും ഒരു നിമിഷം ശ്രുതി ഒന്ന് ഞെട്ടിപ്പോയി. അത് മറ്റാരും ആയിരുന്നില്ല, നവീനായിരുന്നു. എന്റെ മറ്റേ നമ്പറിൽ നിന്ന് വിളിച്ചാൽ നീ കോൾ എടുക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പുതിയ നമ്പർ എടുത്ത് അതിനകത്തുനിന്ന് വിളിക്കുന്നത്. ഇപ്പൊ മനസ്സിലായോ? പ്രതീക്ഷയോടുകൂടി അങ്ങോട്ട് പോവുകയായിരിക്കും കല്യാണ പന്തലിലേക്കില്ലേ. ചെല്ലിയല്ലേ, ഓടിച്ചെല്ലേ. എനിക്ക് ഇനിയും വരാൻ സമയമുണ്ട്, ഞാൻ അങ്ങോട്ട് എത്തിയേക്കാം, നീ അങ്ങോട്ട് ചെല്ലാൻ പറയണം. ആകപ്പാടെ വല്ലാത്ത ടെൻഷൻ ആയപ്പോ ശ്രുതിക്ക്. ശ്രുതി പെട്ടെന്ന് കോള് കട്ട് ചെയ്യാണ്. മീരി ചോദിച്ചു, എന്താ പറ്റിയ? ഒന്നുമില്ല, വണ്ടി നിർത്താൻ പറയാണ്. ഡ്രൈവർ വണ്ടി നിർത്തിയില്ല. ഇവിടെ തന്നോടല്ല വണ്ടി നിർത്താൻ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ഡ്രൈവർ വണ്ടി നിർത്തി. ശ്രുതി പെട്ടെന്ന് ചാടി ഇറങ്ങി നടക്കുവാണ്. മീര പുറകിൽ നിന്ന കയ്യേലേക്ക് ഇങ്ങ് പിടിച്ചു. നീ എങ്ങോട്ടേ ഓടുന്നേ? നിനക്കിത് എന്ത് പറ്റിയെന്ന് ചോദിക്കാം. വേണ്ട, എനിക്ക് വേണ്ട, ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറയാം. എങ്ങോട്ട്? എനിക്ക് കല്യാണ പന്തലിലേക്ക് പോകാൻ പറ്റില്ല. ദേ അവൻ എന്നെ വിളിച്ച് അവൻ ഇങ്ങോട്ട് വരുന്നുണ്ട് പോലും കല്യാണം മുടക്കാനായിട്ട്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയാം. നീ വിഷമിക്കാതെ ഇങ്ങനെ എന്തിനാ വിഷമിക്കണേ? അവൻ വരത്തൊന്നും ഇല്ലാന്ന് പറയാം. എനിക്കറിയാം അവൻ വരും, അവൻ്റെ വിവാഹം മുടക്കും. എനിക്ക് പോയി നാണം കിടാൻ പറ്റില്ല എന്ന് പറയാണ്. ഈ സമയത്ത് ക്ഷേത്രത്തിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു ബാമയും ചന്ദ്രമതിയും കൂടെ. ചന്ദ്രമതി ബാമയോട്, ഇതുവരെ ആയിട്ടും വന്നില്ലല്ലോ ശ്രുതി, എന്താ ഒരു ഇത്ര താമസിക്കുന്നത്, എന്താണെന്ന് അറിയില്ലോ എന്ന് പറയാണ്. ആ സമയം രവീന്ദ്രൻ എന്നിട്ട് ചോദിച്ചു, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? അല്ല ശ്രുതി വന്നില്ല, ശ്രുതി വരുമ്പോൾ അങ്ങോട്ട് പോന്നോളും, നീ എന്നോട് നിൽക്കേണ്ട ആവശ്യമില്ലെന്ന് പറയാണ്. അപ്പോഴാണ് അശോകൻ അങ്ങോട്ട് വരുന്നേ. അശോകൻ പറഞ്ഞു, ആഹാ രണ്ടുപേരും കൂടെ എന്താ ഭയങ്കരമായിട്ട് ചർച്ചയിലാണല്ലോ, എന്താ അകത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയെന്ന് ചോദിക്കാം. ഇല്ല, ഞങ്ങൾ ശ്രുതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമെന്ന് പറയണം. ശ്രുതി ഇതിനായിട്ട് വന്നില്ലേന്ന് ചോദിക്കുകയാണ്. ഇല്ല എന്ന് പറയണം. ഇത് കേട്ടതും അശോകനിൽ ഒരു അമ്പരപ്പുണ്ടായി. പെട്ടെന്ന് രവീന്ദ്രൻ ചോദിച്ചാൽ ബിന്ദു വന്നില്ലെന്ന് ചോദിക്കണം. ബിന്ദുവിന് വരാൻ വയ്യായിരുന്നു, എന്തോ വല്ലാതെ രാവിലെ ഒരു തലകർക്കമൊക്കെ, അതുകൊണ്ട് വരാൻ പറ്റിയില്ല എന്ന് പറയണേ. ആ ശരിയെന്ന് പറയണേ. ചന്ദ്ര സുഖമൊക്കെ അല്ലേന്ന് ചോദിക്കണം. സുഖമാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പൊ സച്ചി വന്നിട്ട് ചോദിച്ചു, അല്ല ഇതുവരെയായിട്ടും കല്യാണപ്പെണ്ണ് എത്തിയില്ലേന്ന് ചോദിക്കുക. രവീന്ദ്രൻ പറഞ്ഞ് എത്തിയില്ല എന്ന് പറയണേ. അപ്പോഴാണ് ശ്രുതിയുടെ അകത്തു നിന്നുള്ള വരവ്. ശ്രുതി വന്നിട്ട് പറഞ്ഞു, എല്ലാവരും കൂടെ എന്നെ ഒറ്റയ്ക്കായിട്ട് ഇവിടെ വന്ന് നിൽക്കുവാണെന്ന് ചോദിക്കുക. സച്ചി വെച്ചു, ആഹാ കുഞ്ഞാവ് തന്നെയാണോ അകത്ത്? അതെ, അമ്മ ഇവിടെ ഉണ്ടല്ലോ, അമ്മയുടെ കയ്യെ പിടിച്ചു തന്നു. പേടിയാണെങ്കിലേ ആ കയ്യേലേക്ക് അങ്ങോട്ട് മുറുക്കെ പിടിച്ചോളാൻ പറയാം. പിന്നെ അമ്മയും കയ്യേന്ന് വിടണ്ട, മോൻ ഓടിപ്പോവല്ലോ എന്ന് അറിയാലോ എന്ന് പറയാണ്. ചന്ദ്രമതിക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പം എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു. പിന്നീട് സച്ചി പറഞ്ഞു, പിന്നെ കല്യാണം നടക്കുമെന്ന് പ്രതീക്ഷയൊന്നുമില്ല, പെണ്ണ് വന്നില്ല അല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പം രവീന്ദ്രൻ പറഞ്ഞു, അതെന്താടാ നീ അങ്ങനത്തെ വർത്താനം പറയണേ, പെണ്ണ് വരില്ലോ എന്ന്? അല്ലച്ചാ, ഇവിടെ ആരണ്ടൊക്കെ പറയുന്ന കേട്ടായിരുന്നു, ശ്രുതിയുടെ സ്വഭാവം കെട്ടാൻ പോകുന്ന പെണ്ണിനെ. ശ്രുതിയുടെ സ്വഭാവം അറിയാലോ, കല്യാണത്തിന് നിന്ന് മണ്ഡപത്തിൽ വെച്ച ഒരു പെണ്ണിനെ ഇട്ടിട്ട് ഇറങ്ങിപ്പോയവനാ. അങ്ങനെയാണെങ്കിൽ അതേ സ്വഭാവം തന്നെയായിരിക്കില്ല അവൾക്കും. അവളും മിക്കവാറും വരാൻ ചാൻസ് ഇല്ലെന്ന് പറയാം. ഇത്തിക്കെട്ടൻ രവീന്ദ്രൻ പറഞ്ഞു, സച്ചി നീ ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറയാണ്. നിനക്ക് എന്തോ ഒരു ഓട്ടം ഉണ്ടെന്നല്ലേ പറഞ്ഞേ, നീ പോകാൻ നോക്കിയേ, പെട്ടെന്ന് പോയിട്ട് വാ. കല്യാണപ്പെണ്ണ് വരുമ്പത്തേനും
നിനക്ക് ഇങ്ങോട്ട് എത്താലോ എന്ന് പറയാണ്. സച്ചി പറഞ്ഞു, എന്തിനാച്ചാ ഇതിന്റെ ആവശ്യമൊന്നും, ഇതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്നേ, പെണ്ണൊന്നും വരാൻ പോകുന്നില്ല, കല്യാണം നടക്കാൻ പോകുന്നില്ലെന്ന് പറയാം. ശ്രുതിക്ക് വല്ലാത്തൊരു അടിയായിരുന്നു. പിന്നെ സച്ചി നേരത്തെ രേവതിയുടെ ദേവിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ദേവിനോട് ചോദിച്ചു, നീ എന്തിനാ ലീവ് എടുത്തേന്ന് ചോദിക്കുക. ലക്ഷ്മി അമ്മ വെച്ചാൽ അതെന്ത് വർത്താനം മോനെ പറയണേ, ഇവിടെ ഒരു വിവാഹം നടക്കുന്ന സമയത്ത് ലീവ് എടുക്കണ്ടേന്ന് ചോദിക്കുക. വിവാഹം അത് നടക്കുമെന്ന് ഉറപ്പൊന്നും ഇല്ലല്ലോ, പിന്നെ അവന്റെ സ്വഭാവമല്ലേ, അതുകൊണ്ട് ആ പെണ്ണ് വരുമോന്ന് പോലും അറിയത്തില്ല എന്ന് പറയാം. ഇത് കേട്ടപ്പം ദേവതി ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറയുന്നു. ദേവതി നീ ഇങ്ങോട്ട് നിന്നോട് ഒരു കാര്യം പറയട്ടെന്ന് വേണം. എന്താ? ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് വിളിച്ചു മാറ്റിക്കൊണ്ട് പോവാ. നീ അവിടെ ഇന്ന് പിടിച്ചിരുത്തേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു ദേവുവിനെ? അതെന്താ എടി, ഇന്ന് മിക്കവാറും ആ പെണ്ണ് വരാനുള്ള ചാൻസ് കുറവാ. പെണ്ണ് കന്നിലെ കല്യാണം മുടങ്ങും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ദേവു ഇവിടെ ബാക്കിയുള്ളത് മിക്കവാറും ദേവുവിനെ കൊണ്ട് എല്ലാവരും പറഞ്ഞ് സമ്മതിപ്പിക്കും ശ്രുതിയുടെ വധുവാകാനായിട്ട്. കാര്യങ്ങളൊക്കെ അറിയാലോ. നിനക്ക് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുക. ഇത് കേട്ട ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് രേവതി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഉച്ചയ്ക്ക് ഞാൻ വരാട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ അത് കയറി കാണണം കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.